കായംകുളം നഗരസഭ 38-ാം വാർഡിലെ പുതുക്കി നിർമ്മിച്ച 44-ാം നമ്പർ അംഗൻവാടി ഉദ്ഘാടനം ചെയ്തു. നഗരസഭ പ്ലാൻ ഫണ്ടിൽ നിന്ന് 1.5 ലക്ഷം രൂപ വിനിയോഗിച്ചാണ് അംഗൻവാടി കെട്ടിടം നവീകരിച്ചത്. കായംകുളം നഗരസഭ 38-ാം വാർഡിൽ പുതുക്കി നിർമ്മിച്ച 44-ാം നമ്പർ അംഗൻവാടിയാണ് ഉദ്ഘാടനം ചെയ്തത്. കൗൺസിലർ AP ഷാജഹാൻ ഉദ്ഘാടനം നിർവഹിച്ചു. കഴിഞ്ഞ 25 വർഷക്കാലത്തിന് മുമ്പ് ഈ വാർഡിൽ നിർമ്മിച്ച ഈ കെട്ടിടം കുറേ നാളുകളായി വളരെയധികം ശോചനീയാവസ്ഥയിലായിരുന്നു. പലപ്പോഴായി ഫണ്ട് വയ്ക്കുമ്പോഴും അത് ഏറ്റെടുക്കാൻ കരാറുകാർ വിമുഖത കാണിക്കുന്നത് കാരണം പലപ്പോഴും ഈ ഫണ്ട് വിനിയോഗിക്കാൻ കഴിയാതെ വന്നിട്ടുണ്ട്. എന്നാൽ ഇത്തവണ നമ്മൾ വെച്ച ഫണ്ട് പൂർണ്ണമായും വിനിയോഗിച്ചുകൊണ്ട് ഒരു പിള്ളേർക്ക് നല്ല രീതിയിൽ ആസ്വദിക്കുന്നതിനും അമ്മമാർക്ക് അതുപോലെ കുഞ്ഞുങ്ങൾക്കും കണ്ണുകൾക്ക് കുളിർമ നൽകുന്ന രീതിയിലുള്ള ഒരു സംവിധാനത്തോടു കൂടിയാണ് ഈ അംഗനവാടി ഇവിടെ പുനഃക്രമീകരിച്ചിരിക്കുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം, ഞങ്ങളുടെ വാർഡിനെ സംബന്ധിച്ചിടത്തോളം ഒരു അഭിമാനമാണ്. ഞങ്ങളുടെ വാർഡിൽ ഏതാണ്ട് 2 അംഗനവാടികളാണ് ഉള്ളത്. 38-ാം വാർഡിൽ 61-ാം നമ്പർ അംഗനവാടി, 44-ാം നമ്പർ അംഗനവാടി. അതിൽ 61-ാം നമ്പർ അംഗനവാടി സ്വന്തമായി കെട്ടിടമില്ലാതെ ഒരു വാടക കെട്ടിടത്തിലാണ് പ്രവർത്തിച്ചുകൊണ്ടിരുന്നത് നാളുകളായിട്ട്. അവിടെ ഒരു സ്വന്തമായി ആ അംഗനവാടി നിർമ്മിക്കുന്നതിന് വേണ്ടി 2.5 സെൻറ്റ് സ്ഥലം നഗരസഭയ്ക്ക് സൗജന്യമായി നൽകുകയും അതിലൊരു ഹൈടെക് അംഗനവാടി നിർമ്മിക്കുന്നതിന് വേണ്ടി KC വേണുഗോപാൽ ഒരു 18 ലക്ഷം രൂപ തരുന്നതിന് വേണ്ടിയുള്ള തീരുമാനമെടുത്തിട്ടുണ്ട്. അങ്ങനെ 2 അംഗനവാടികളും നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നതിന് വേണ്ടിയുള്ള സാഹചര്യങ്ങളാണ് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത്. 25 വർഷങ്ങൾക്ക് മുമ്പ് സ്ഥാപിച്ച അംഗനവാടിയിൽ നഗരസഭ പ്ലാൻ ഫണ്ടിൽ നിന്ന് 1.5 ലക്ഷം രൂപ വിനിയോഗിച്ചായിരുന്നു നവീകരണം. അടുത്ത സാമ്പത്തിക വർഷം അംഗനവാടിയുടെ മേൽക്കൂര റൂഫ് ചെയ്യും. അംഗനവാടിക്ക് പുതിയ ടോയ്ലറ്റ് ബ്ലോക്കും നിർമ്മിക്കും. ഉദ്ഘാടന ചടങ്ങിൽ ADS പ്രസിഡന്റ് സുധാ സുധാകരൻ, ആശാപ്രവർത്തകർ മായ, അംഗനവാടി അധ്യാപിക പത്മിനി, ഷാജില, ഷറഫ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കായംകുളം.